Squad, attention! Parade dismiss. രമേശ്, മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് അത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3-4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ? അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാതെ എന്ത് ചെയ്യും മേഡം? എന്റെ പരിസരക്കട മുത്തപ്പനാണ് ഇത് നുണ. നല്ല വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോട് ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കരാ, മൊയിലാളി. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആശുപത്രിയും ടെക്സ്റ്റൈൽസും ജുവലറിയും ഒക്കെ ചുമ്മാ എടുത്തോടാ പരമേശ്വരൻ പണിക്കരെ എന്ന് പറഞ്ഞ് ആ പരമേശ്വരൻ തന്നതാണേ. അവിടെ കേറിയ ആ പന്ന കളിക്കുന്നത്. സർ, വന്ന കാര്യം പറയണം. അത് കറക്റ്റ്. ഇനി ഞാനായിട്ട് പെറ്റീഷൻ തരാത്തോണ്ട് ആ നാറിയെ പിടിക്കാനൊത്തില്ല എന്ന് പറയണ്ട. ദാ തന്നിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി എന്റെ കടകളിൽ കയറി ആണ്ടവൻ തണ്ടി. ഭഗവാനെ നിന്നെയല്ലേ കേട്ടോ, കട്ടുപിടിച്ച സകല വിവരങ്ങൾ ഇതിലുണ്ട്. മോളവൻ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമന്മാര് കുറെ നോക്കിയത് അലവലാദികൾ, വിട്ടി കൂഷ്പാണ്ഡങ്ങൾ, സർക്കാരിന്റെ ശമ്പളം ഞൊട്ടി നുണയാൻ, ഡമ്മി കളിക്കാനും അല്ലെ ഇവന്മാരെ കൊണ്ട് കള്ളനെ പിടിക്കാറിയോ? ഈ സ്റ്റേഷനിൽ സാറിരിക്കുന്ന കസേരയ്ക്ക് മേലെ ഒരു കസേര ഉണ്ട്, CI കസേര. അവിടെ ഇരിക്കാൻ വടക്കുന്നൊരാള് പുറപ്പെട്ടിട്ടുണ്ട്. അറിയാം, പണിക്കർ എന്ന വലിയ കച്ചവടക്കാരന്റെ മകൻ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സാറിന് തീരെഴുതി കിട്ടിയിട്ടില്ലല്ലോ. മിടുക്കത്തിയാണല്ലോ മോളെ. അവനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് എടുക്കാമെങ്കിൽ ഈ സ്റ്റേഷൻ തീരെഴുതി മേടിക്കാൻ ഈ പണിക്കർക്ക് കഴിയും. കാരണവന്മാർക്ക് അടുപ്പിലും ആകാമെന്ന് കേട്ടിട്ടില്ലേ? പണിക്കരും ഒരു കാരണവരാ, ഈ ടൗണിന്റെ കാരണവര്. മെഴിച്ചു നോക്കാതെ കാരണവരുടെ പരാതി തീർത്തോട്. അല്ലെങ്കിൽ എന്റെ മോൻ വടക്കൂന്ന് വരുമ്പോ കാരണം ബോധിപ്പിക്കാൻ നീട്ടി വലിച്ചടിച്ചു കൊടുക്കേണ്ടി വരും. സല്യൂട്ട്. വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെ യാണ്ടവന്റെ താവളം? പോലീസ് ആണ്ടവൻ എവിടുന്ന് വെച്ചാ നമ്മൾ കണ്ടില്ലാന്ന് പറഞ്ഞിട്ടാ. നീ സിനിമ നടനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അഭിനയിക്കുന്ന വേഷത്തിൽ ഇവിടേക്ക് വരണം. ഡോക്ടറെങ്കിൽ ഡോക്ടർ, പോലീസെങ്കിൽ പോലീസ്. അതെ മോളെ, ഞങ്ങൾ ഈ അമ്മയും മോനും തമ്മിൽ വെറുതെ ഒരു കാര്യം. ഈ കുടുംബത്തിൽ ഇത്തിരി കലാവാസനുള്ളത് ഇവനാ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ അസൽ മമ്മൂട്ടിയാ ഇവൻ, മമ്മൂട്ടി. മാറി നിൽക്കത്തള്ളേ. അയ്യോ എന്റെ കർത്താവേ. മേഡം, കഞ്ചാവ്. കഞ്ചാവോ? ഇതെന്നെ കഞ്ചാവല്ല, എന്ത് തടി പറ്റിയതാ? എവിടെ നട കഞ്ചാവ്? ഇതെന്റെ കഞ്ചാവല്ല. ഈ കോളിൽ കഞ്ചാവ് ആ ഒരുത്തൻ നിൽക്കണവൻ. നീയല്ലടാ ആണ്ടവന്റെ ഫ്രണ്ട് മായൻകുട്ടി. എവിടെടാ ആണ്ടവൻ? എനിക്കറിയില്ല. നീ പറയും മൈനെ. ആണ്ടവൻ എവിടെയാ? ആണ്ടവനോ? എനിക്കറിയാവുന്ന ഒരേ ഒരു ആണ്ടവനാ. പക്ഷേ ദേ അന്യജാതിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കടക്കാറേ. കള്ളനാണ്ടവനെ നിനക്കറിയില്ല? കൊള്ളനും എന്റെ കുടിയിൽ വന്ന ചോലും കെട്ടെടുക്കും ഞാൻ, ചോലും കെട്ട്. ഈ മറിയാമ്മയുടെ ശബ്ദം കേട്ടാൽ ഈ പരിസരത്തെ ഒരു പട്ടി പോലും കുരക്കില്ല എന്റെ സാറേ. നായിന്റെ മോനെ അത് തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ഏതോ പുതിയ പട്ടിയായിരിക്കും. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? മേഡം, ഇവിടെ അവിടുത്തെ മറ്റേ സെക്സ് വർക്കർ. നിന്റെ കച്ചവടം എവിടെ വെച്ച് തന്നെയാണോടി?
അതിപ്പോ നല്ല തിരക്കുള്ളവരാണെങ്കിൽ ഇവിടെ വരും, അല്ലാത്തവർ കൂട്ടിക്കൊണ്ട് പോവും. കളിച്ചിട്ട് വാ കേട്ടോ. സാറന്മാർക്ക് അറിയേണ്ടത് ആണ്ടവൻ എവിടെയാണെന്നല്ലേ? ഇവിടെ വരാറുണ്ട്. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒടയതമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി വന്നാ തന്നെ ഞങ്ങൾ ആരും കാണിച്ചു തരാനും പോണില്ല. ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സംശയമെങ്കിൽ കേറി തപ്പിക്കോ സാറേ. പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോകരുതെന്ന് മാത്രം. മതി മതി, അധികം നാവാടല്ലേ. രാത്രി നേരത്ത് സരസ്വനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ഏമ്മമാര് തേനലിക്കുന്ന വർത്താനാ പറയാറ്. അതും മറക്കല്ലേ. നിന്നെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ, നീ വലിയ യൂണിയൻ മെമ്പർ ആയി പോയില്ലേ. ഏമാനിപ്പൊ തൊട്ട് നോക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാ. മര്യാദയ്ക്ക് സംസാരിക്കാൻ. പോലീസ് അന്വേഷിക്കുന്നവരെ ചേരിയിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ സൂക്ഷിച്ചോ. സകലരും കേറി ഇറങ്ങിയിട്ട് വരും സ്റ്റേഷനിലേക്ക്. വരണം. വളയിട്ട കൈ കൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വന്ന? നീ ഇവിടെ ഇരിക്ക്. നീ പോയി ഒരു ചായ എടുക്ക. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരി കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണത്. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവർ ഒരുപാട് തല്ലുവേണം. ഒരു പുറമെ തല്ലി ചതക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തി പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത്. ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കൈപ്പുമില്ല. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. എടി കുറയ്ക്കാൻ എന്റെ അണ്ടാകാൻ വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവ, ഒന്ന് നിർത്ത്. ഇനി ഞാൻ ഉടഞ്ഞു പിന്നെ ഉപ്പിട്ട് കൊരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർനോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ ദേ പണിക്കരെ, ഇത് അവസാനത്തെ വാണിങ്ങാ. അല്ലെങ്കിൽ പടച്ച തമ്പുരാനാണ്. പാടുപെടും, പെടാപ്പാടുപെടും.